ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പനീർ അഫ്ലത്തൂൺ ആയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. ക്യാമറ വെച്ചത് ചെറിയൊരു പ്രോബ്ലം ആയിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ആട്ട വീട്ട് പൗഡർ, പിന്നെ 1/4 കപ്പ് മിൽക്ക് പൗഡർ, 3/4 കപ്പ് ഷുഗർ. ഇത്രയും ചേർത്ത് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഇത് വറുത്തെടുക്കണം. ചെറിയ തീയിൽ വെക്കണം കേട്ടോ. ചെറിയ തീയിൽ വെച്ച് കണ്ടിന്യൂ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളർ കിട്ടണം അഫ്ലത്തൂൺ ചെയ്യുമ്പോൾ. ഇത് കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം ഗ്രേറ്റ് ആക്കി വെച്ച പനീർ ഇട്ട് കൊടുക്കുക. പനീർ ഗ്രേറ്റ് ആക്കുമ്പോൾ നല്ലോണം ചെറുതായിട്ട് തന്നെ ഗ്രേറ്റ് ആക്കി എടുക്കാൻ നോക്കുക. എന്നിട്ട് ഇത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിൽ നല്ലോണം കട്ടയുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് പനീറിൻ്റെ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റാക്കി എടുത്ത കൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് മിൽക്ക് ചേർത്ത് മിക്സാക്കി കൊടുക്കുക നല്ലോണം. ഈ സമയത്ത് ഫ്ലെയിം ഇച്ചിരി കൂട്ടി കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം. പിന്നെ അടിയിൽ പിടിക്കാതെ നോക്കണം. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അടിയിൽ പിടിക്കില്ല. എന്നിട്ടിത് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ല തിക്കായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമില്ല, അത്രത്തോളം കുക്കാക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. തിക്കായി വരുമ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ എൻ്റെ അടുത്ത് ഈ ഒരു പാനിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു കടായിയെക്കുറിച്ച്. ഇതെനിക്ക് മലബാർ അടുക്കള FB ഗ്രൂപ്പിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ കടായിയാണ് കേട്ടോ. താങ്ക്സ് ടു മലബാർ അടുക്കള. ഇതിപ്പോൾ തിക്കായി വന്നിട്ടുണ്ട്, കുറച്ചും കൂടി ആവാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പാനിൽ നിന്നും വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. നല്ലൊരു ബോൾസ് ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് തന്നെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഇത് പരുവമാണ് വേണ്ടത്. പിന്നെ കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും ഈ ഒരു സ്റ്റേജിൽ. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്കിനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ടിത് നെയ്യ് പുരട്ടി ഒരു ട്രേയിലേക്കാക്കി നല്ലോണം പ്രസ്സാക്കി നിരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രഷാക്കി വെച്ച കാഷ്യൂ ഇട്ട് കൊടുക്കുക. കാഷ്യൂ തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് കട്ടാക്കി എടുക്കാം. ഇതിപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പീസാക്കി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അഫ്ലത്തൂൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.